ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2-3 മാസമായിട്ട് എന്നെ വിടാതെ പിന്തുടരുന്നൊരു പ്രോബ്ലമാണ് കേട്ടോ ഐലാഷ് കംപ്ലീറ്റ് ചൊറിച്ചിൽ. കുറേ നാൾ ഞാനത് സാക്രിഫൈസ് ചെയ്ത് നടന്നു. ഇനി അത് സാക്രിഫൈസ് ചെയ്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് റാണിമൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കോടതിയുടെ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം കഷ്ടിച്ച് നടക്കാനുണ്ടാവും. ഓട്ടോ ഒന്നും കിട്ടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത്ര ദൂരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറേ നടക്കാണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. കാരണം കംപ്ലീറ്റ് AC ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു ചൂടത്തുനിന്ന് ഇരിക്കുമ്പോൾ. ഞാൻ OP ടിക്കറ്റ് എടുത്തിട്ട് ഇനി താഴത്തെ ഫ്ലോറിലേക്ക് വരണം. അതായത് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ ഈ ഡോക്ടർ ഉള്ളത്. കമല ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഞാൻ കൺസൾട്ട് ചെയ്തത്. ഡോക്ടർ എന്നോട് പറഞ്ഞത് തലയിൽ നിന്ന് ഡാൻഡ്രഫ് ഐലാഷസ്ക്ക് വീണിട്ട് കംപ്ലീറ്റ് ലിഡ് ഡാൻഡ്രഫ് വന്ന് പൊതിഞ്ഞേക്കാണ്. അപ്പോൾ ഒരു ക്ലെൻസർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിലേക്ക് കഴിക്കാൻ ഒരു അലർജിയുടെ, അതായത് നന്നായിട്ട് എൻ്റെത് ഐലാഷുമ്പോൾ വന്നിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഐലാഷസ് ഇങ്ങനെ കൈ കൊണ്ട് ഓരോന്ന് പൊട്ടിക്കലാണ് ഇപ്പം എൻ്റെ പരിപാടി. അപ്പോൾ അത്യാവശ്യം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാനിങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ തലയിലത്തെ താരം മാറിയാൽ മാത്രമേ ഇത് മാറുള്ളൂ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. എന്നിട്ട് എനിക്ക് എന്തോ ഒരു ക്ലെൻസർ ഇട്ടിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ലിഡൊക്കെ ഒന്ന് ക്ലീനാക്കി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഐ ഡ്രോപ്സും പിന്നെ ഒരു ഓയിൽമെൻറ്റും പിന്നെ ഒരു ടാബ്ലറ്റ് ആകെ 5 days ഉള്ളൂ. പിന്നെ ഒരു ക്ലെൻസറാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 1 week കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ ഈ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് 1 month യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. പവറൊക്കെ നോക്കിയായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കൂടെ വന്ന ആൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇനി ഷുഗർ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഓയിലി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടെ വന്ന നെയ്ഫാക്ക് ആൾക്ക് ലൈമും പിന്നെ കട്ട്ലേറ്റും മതി എന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് വെറൈറ്റി സോഡകളൊക്കെ ഉണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവണ തരത്തിലായിരുന്നു. പക്ഷെ ടേസ്റ്റ് വൈസ് പോരാന്നാണ് നെയ്ഫ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അത് കഴിച്ചു. പക്ഷെ അവളത് ഫുള്ള് കഴിച്ചില്ല. ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഉള്ളിവട വാങ്ങിച്ചു. ബാക്കിയുള്ളത് പാഴ്സൽ ചെയ്തു. ഇനിയും ഈ വന്ന വഴി അതേപോലെ നടക്കാണ്ട് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് തോനെ നടക്കാണ്ട് 1 കിലോമീറ്ററോളം നടക്കാണ്ട്. അങ്ങനെ നടന്ന് ഓട്ടോ ഒന്നും വന്നിരുന്നില്ല കേട്ടോ. ഓട്ടോ വന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കുറച്ചല്ലേ പൊയ്ക്കോ, വിഷയമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളാണ് കുട എടുക്കാനും മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ തൊട്ടപ്പുറത്തൊരു ബേക്കറി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവാന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ് കേട്ടോ. എവിടെ പോയി വരുമ്പോഴും എന്തെങ്കിലും എന്നെ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറി. ഇനി നാളെ എനിക്കൊരു ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് കുറച്ച് സ്നാക്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വെങ്കിടങ്ങിലുള്ള സന്തോഷ് ബേക്കറിക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പയ്യോളി മിച്ചർ, എനിക്ക് ഈ പയ്യോളി മിച്ചർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മിച്ചറുകളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് പയ്യോളി മിച്ചറിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. അപ്പോൾ എന്തായാലും കയറിയാലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് മിച്ചറാണ് എടുത്തത്. പിന്നെ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. എനിക്ക് എന്തൊക്കെയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ മിച്ചറിൻ്റെ ടേസ്റ്റ് കുറച്ചൊന്ന് ഫ്ലോപ്പ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. അത് മാത്രം ബില്ല് ചെയ്തിട്ട് ഞാനിങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. വീട്ടിലേക്കല്ല, അവിടെ അപ്പുറത്ത് തന്നെ വേറെ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഇപ്രാവശ്യം എൻ്റെ കൂടെ നെയ്ഫല്ല, ഫറനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫറാണ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഫറ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പയ്യോളി മിച്ചർ ഒരു 100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്താണെന്നറിയില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോന്ന് അറിയില്ല. അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തുള്ള ആൽഫയിൽ കയറി. ഇവിടുത്തെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാം അടക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എടുത്താൽ മതി. അവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ വലിയ ഡബ്ബകളിലായതുകൊണ്ട് നമുക്കത് പിന്നെ അവരെടുത്ത് തരേണ്ടി വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു മിച്ചർ ഉണ്ടായല്ലോ, സ്വീറ്റ് ആയിട്ടുള്ളൊരു മിച്ചർ, അത് പിന്നെ കൊള്ളിവറവ്, പിന്നെ വേറെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, കാരണം കുറച്ച് ദിവസമായില്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ എടുത്തിട്ടുള്ളതെന്ന് വീഡിയോ കണ്ടാൽ മാത്രമേ എനിക്ക് ഓർമ്മ കിട്ടണുള്ളൂ. പിന്നെ എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും എരിവുള്ളത് വാങ്ങാൻ, വെറൈറ്റി ആയിട്ടുള്ള വാങ്ങണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെന്തോ കൈപ്പക്ക പൊരിച്ചതോ അങ്ങനെ എന്തോ ആണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അതും, പിന്നെ ഇവാനിന് ഭയങ്കര ഇഷ്ടമാണ് ആ ചോക്ലേറ്റ് ഫില്ലിങ് ഉള്ള ഐറ്റം. പിന്നെ ഞാൻ പറഞ്ഞ മിച്ചർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് 4 ഞങ്ങൾ തൽക്കാലം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് അവിടെ പോയിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ എന്തെങ്കിലും മിഠായി അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് അതും കുറച്ച് വാങ്ങിച്ചു. അത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴാണ് ഇവാനിന് ഞാൻ ജ്യൂസൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പോയത്. പിന്നെ ഞാനൊരു ബർഫി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവാനിന്. പിന്നെ എനിക്ക് യോഗേർട്ടും വേണമായിരുന്നു.
അപ്പോൾ അതും കൂടി വാങ്ങിച്ചു. ആദ്യം ഒരു ഫ്രൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചത്, പിന്നെ ഫറ ഉണ്ടല്ലോ, അപ്പോൾ 2 ഫ്രൂട്ടി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ബർഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയും ഫറ കാണിച്ചു തരാണ്, അതെടുത്തോ ഇതെടുത്തോ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഒന്നും എടുത്തില്ല. നേരൊക്കെ കൂടി ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് ഇനി ഇവളായിട്ടൊന്നും ശരിയാവില്ല. പിന്നെ ലാസ്റ്റ് ബസ് വരുന്ന ടൈം ആയിട്ടുണ്ട്. അങ്ങനെ വെങ്കിടങ്ങ് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നിട്ട് കട്ട പോസ്റ്റ് ആയിരുന്നു 15 മിനിറ്റോളം നിന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കണ്ണോത്ത് ഫസ്റ്റോ അങ്ങനെ ഫസ്റ്റ് നടക്കുകയാണ്, അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.